ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടിയും ചെയ്തിടുക. അപ്പോൾ പൈനാപ്പിൾ ഇവിടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളകും പൊടിയും പിന്നെ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഈ അരപ്പിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരണം. അപ്പോഴത്തേനും നമ്മുടെ പൈനാപ്പിൾ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നന്നായി ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തും കൂടിയും കൊടുക്കുക. എന്നിട്ട് ഇത് താളിക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക, വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് പൈനാപ്പിളിൻ്റെ കറിയൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിയായ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ.